ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. ദൈവനാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും ആദരവോടെ അർപ്പിക്കുന്നു. കർത്താവിന്റെ കരുണ ബഹുമാന്യ ശ്രോതാക്കളുടെ മേൽ പെരുമഴയായി പെയ്തിറങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മ നൽകിയ ചിന്തയുടെ തുടർച്ചയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ക്രൂശിന്റെ വചനം സ്വന്തം ജനമായ യഹൂദന് ഇടർച്ചക്കല്ലായി മാറിയപ്പോൾ ജനകോടികൾക്ക് അനുഗ്രഹവും നന്മയും സ്വസ്ഥതയും സമാധാനവുമായി മാറുന്നു. മാനവ സമൂഹത്തെ ശ്രേഷ്ഠമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ക്രൂശിന്റെ വചനം. കരിക്കൻവില്ലെ കൊലക്കേസ് പ്രതി റെനി ജോർജ് ഉണ്ടല്ലോ, തന്റെ കയ്യിലെ രക്തക്കറ കേരളത്തിലെ 44 നദികളിൽ കഴുകിയാലും മാറില്ലെന്ന് പറഞ്ഞവൻ. 3-ാം മുറയ്ക്ക് അവന്റെ സ്വഭാവത്തെ മാറ്റാൻ കഴിഞ്ഞില്ല, നിയമവ്യവസ്ഥയ്ക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. എന്നാൽ ക്രൂശിന്റെ വചനം അദ്ദേഹത്തെയും മാറ്റിമറിച്ചു. ഇന്ന് ഭാരതത്തിന്റെ മുക്കിലും മൂലയിലും ക്രൂശിന്റെ വചനം പ്രഘോഷിക്കുകയാണ് അദ്ദേഹം. മോഷണത്തിൽ ലഹരി കണ്ടെത്തിയ മനുഷ്യനായിരുന്നു ചിങ്ങവനം സുരേഷ്. അവനെ നിത്യതയ്ക്ക് അവകാശിയാക്കി മാറ്റിയത് ക്രൂശിന്റെ വചനമാണ്. പ്രസിദ്ധനായ വിഗ്രഹമോഷ്ടാവ് 2 പ്രാവശ്യം ജയിൽ ചാടിയ മുഹമ്മദ് ചന്ദ്രനെ സുവിശേഷത്തിന്റെ വക്താവാക്കി മാറ്റിയത് 3-ാം മുറയല്ല, നിയമസംവിധാനമല്ല, ബോധവൽക്കരണമല്ല, ക്രൂശിന്റെ വചനമാണ്. റെനി ജോർജിന്റെ പാപക്കറ കഴുകിക്കളഞ്ഞതാണ് ക്രൂശിന്റെ വചനം. കോങ്ങാട് കൊലപാതകം നമുക്കറിയാം. അത് നടത്തിയ പ്രതി നക്സലേറ്റ് രാമാനുജൻ നായർ. പാലക്കാടിന്റെ ഗ്രാമങ്ങളിൽ തോളിലൊരു സഞ്ചിയും വഹിച്ചുകൊണ്ട് സുവിശേഷം പ്രചരിപ്പിക്കുകയാണെന്ന്. നക്സലിസത്തിന്റെ പാതയിൽ നിന്നും സമാധാനത്തിന്റെ പാതയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ക്രൂശിന്റെ വചനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ വചനം എത്തിയിടങ്ങളിലെല്ലാം വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടു, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു, സമൂഹത്തിൽ സ്വസ്ഥതയുണ്ടായി, സമാധാനമുണ്ടായി, ഉയർച്ചയുണ്ടായി, നവോത്ഥാനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ സമുദായത്തിനകത്താണ് പരിഷ്കരണം കൊണ്ടുവരാൻ ശ്രമിച്ചത്. മോശ പോലും അങ്ങനെയാണ് ചെയ്തത്. യഹൂദ മതത്തിനകത്താണ് പ്രവർത്തന മേഖല തെരഞ്ഞെടുത്തത്. പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാൻ നയിച്ച നവീകരണ പ്രവർത്തനം നാം വായിച്ചിട്ടുണ്ട്. സുറിയാനി സഭയിലെ അനാചാരങ്ങൾ കരുതി വരുത്താനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പള്ളിയിലെ മുത്തപ്പന്റെ വിഗ്രഹമെടുത്ത് പമ്പാനദിയിൽ എറിഞ്ഞിട്ട് സുറിയാനി സഭയിലെ അനാചാരങ്ങൾക്കെതിരെ നവോത്ഥാനം നയിച്ചു. അതുപോലെ ഭാരതകേസരി മന്നത്തു പത്മനാഭൻ തന്റെ സമുദായത്തിനുള്ളിൽ നവീകരണം നടപ്പാക്കാൻ പരിശ്രമിച്ചു. നായർ സമുദായത്തിൽ നിലനിന്ന അനാചാരങ്ങളെ തുടച്ചുമാറ്റാൻ അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചവനാണ്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കറമ്പൻ ദൈവത്താനും വൈകുണ്ഠസ്വാമിയും പണ്ഡിറ്റ് കറുപ്പനും എല്ലാവരും തങ്ങളുടെ സമുദായത്തിനകത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാരഥന്മാരാണ്. എന്നാൽ ക്രൂശിന്റെ വചനം ആ പരിധിക്കുള്ളിൽ ഒതുങ്ങിയില്ല. സമസ്ത മേഖലകളിലും നവീകരണത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, വേർപാടിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, നന്മയിലേക്ക്, ഉയർച്ചയിലേക്ക് ജനതയെ കൈപിടിച്ചു നടത്തി, ഇന്നും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. 1556 ഗോവയിൽ പ്രിന്റിംഗ് പ്രസ് തുടങ്ങുകയാണ്. 450 കൊല്ലം മുമ്പാണെന്ന് ഓർക്കണം. എങ്ങനെയാണിത് സംഭവിച്ചത്? ക്രൂശിന്റെ വചനം ജനങ്ങളിൽ എത്തിക്കാൻ മിഷണറിമാർ ഒരുക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, ഭാഷ വികസിച്ചത്, സാഹിത്യം ശോഭിച്ചത്, സമൂഹത്തിനുള്ളിൽ സംസ്കാരം വികസിച്ചത്, ലിപികളുണ്ടാക്കി, നിഘണ്ടുണ്ടാക്കി, അച്ചടിയുണ്ടായി, പത്രമുണ്ടായി. ഇതൊക്കെ ഉണ്ടാകുന്നത് ക്രൂശിന്റെ വചനം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ്. അതാണ് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗമനത്തിന് കാരണമായി തീർന്നത്. നമുക്കറിയാം, നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടാവണം. ഈ സദുദ്യമത്തിന് ദാർശനികമായി അടിത്തറയിട്ടത് ക്രൂശിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ഒരിക്കൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യയിലെ സതി എന്ന ദുരാചാരം ചർച്ചാ വിഷയമായി തീർന്നു. എങ്ങനെ സാധിച്ചത്? വില്യം കേറി പ്രസിദ്ധീകരിച്ച ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ സതിക്കെതിരെ അദ്ദേഹം എഴുതിയ ലേഖനമാണ് അതിന് വഴിയൊരുക്കിയത്. അങ്ങനെ ആ ദുരാചാരം നമ്മുടെ മണ്ണിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടു. ജർമ്മനി ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ന് ഹൈന്ദവ സഹോദരങ്ങൾക്ക് ക്ഷേത്രമുണ്ട്. ഹൂസ്റ്റണിൽ മാത്രമല്ല, അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ഇന്ന് ക്ഷേത്രങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് സാധിച്ചെന്നറിയാമോ? ജർമ്മൻ മിഷണറിമാർ നമ്മുടെ ഭാരതത്തിൽ വന്ന് സംസ്കൃതം പഠിച്ചു. സകല പുരാണങ്ങളും ജർമ്മൻ ഭാഷയിലേക്ക് അവർ വിവർത്തനം ചെയ്തു. അതുകൊണ്ട് അവിടെയുള്ളവർക്ക് പുരാണങ്ങൾ മനസ്സിലാക്കുവാൻ, ഇതിഹാസങ്ങൾ പഠിക്കുവാൻ, വേദങ്ങൾ, മിത്തുകൾ, അർത്ഥശാസ്ത്രം, തർക്കശാസ്ത്രം എല്ലാം പഠിക്കുവാൻ കഴിയുന്നു. ലോകം ഒരു ഗ്ലോബൽ വില്ലേജായി മാറിയിരിക്കുന്നു. അക്ഷരത്തിന്റെ ശക്തി ലോകത്തിന് തുറന്നുകൊടുത്തത് ക്രൂശിന്റെ വചനമാണ്. റോബോട്ട് ഡി നോബിലി എന്ന മിഷണറി 4 വേദങ്ങളും മനഃപ്പാടമാക്കിയ മനുഷ്യൻ 5ാം വേദമായി ബൈബിൾ പ്രചരിപ്പിക്കാൻ നെറ്റിയിൽ ചന്ദനക്കുറിയും തൊട്ട് കാവ്യം ധരിച്ച് ഭാരതത്തിൽ സഞ്ചരിച്ച സുവിശേഷകനാണ്. ദൈവമക്കളെ, നമ്മുടെ ഭാരതത്തിൽ 19ാം നൂറ്റാണ്ട് വരെ പദ്യം മാത്രമായിരുന്നു സാഹിത്യം. ഗദ്യസാഹിത്യം ഗ്ലോഡിയസ് ബുക്കാനൻ 4 സുവിശേഷങ്ങൾ അച്ചടിച്ചപ്പോഴാണ് തുടക്കം കുറിക്കുന്നത്. അതുപോലെ നമ്മുടെ ആദ്യത്തെ വിലാപകാവ്യം അർണോസ് പാതിരിയാണ് എഴുതിയത്. ഈ യാഥാർത്ഥ്യങ്ങൾ ഇവരുടെ ജന്മദിനങ്ങളിൽ പോലും ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നില്ല. സുവിശേഷത്തിന്റെ നന്മകൾ വെളിച്ചത്ത് വരാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്.
സ്കോട്ടിഷ് മിഷണറിമാരുടെ സഹായത്തോടെ ബറോഡ രാജാവിന്റെ പക്കൽ നിന്നും സ്കോളർഷിപ്പ് വാങ്ങിയാണ് ഡോക്ടർ BR അംബേദ്കർ ഇംഗ്ലണ്ടിലും കാലിഫോർണിയയിലും കടന്നുപോയി വിവിധ രാജ്യങ്ങളുടെ ഭരണഘടന പഠിക്കുവാൻ. ആധുനിക റിപ്പബ്ലിക്, ഡെമോക്രസി തുടങ്ങി അദ്ദേഹം കൈവയ്ക്കാത്ത പഠനശാഖകളില്ല. ഇതെല്ലാം സാധ്യമായത് സ്കോട്ടിഷ് മിഷണറിമാരുടെ സഹായത്തോടായിരുന്നു. ഈ ചരിത്രം മനഃപൂർവ്വം മറച്ചുവച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ നിഷ്പക്ഷമതികളായ മഹത്തുക്കൾ ഈ പരമാർത്ഥം തുറന്നു സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശക ദശകത്തിൽ നരാകൃതി പൂണ്ട ദൈവം, ധർമാകൃതി പൂണ്ട ദൈവം, പരമേശ പവിത്രപുത്രൻ എന്നെ യേശുവിനെ ശങ്ക കൂടാതെ അദ്ദേഹം വിളിക്കുന്നുണ്ട് കേട്ടോ. സ്വാമി വിവേകാനന്ദന്റെ വിവേകാനന്ദ സാഹിത്യപർവം എന്ന പുസ്തകത്തിൽ ഈശോമശിക എന്ന തലക്കെട്ടുള്ള ഒരു പേജുണ്ട്. ക്രിസ്തുവിന്റെ ധാർമ്മിക നിയമങ്ങളുടെ ഉത്കൃഷ്ടത, തിരുവവതാരത്തിന്റെ ധന്യത മനോഹരമായി വിശദീകരിക്കുകയാണ്. ലോസ് ആഞ്ചലസിൽ അദ്ദേഹം ചെയ്ത പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കമാണ് ആ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനായ KP കേശവമേനോൻ എഴുതിയ യേശുദേവൻ എന്നൊരു പുസ്തകമുണ്ട്. 350 പേജുണ്ടതിന്. ആ പുസ്തകത്തിൽ ദിവ്യ ജ്യോതിസായ യേശുവിനെക്കുറിച്ച് താൻ എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ണുനീരടിഞ്ഞ മിഴികളോടെ മാത്രമേ വായിക്കാൻ കഴിയൂ. ഒരു സുവിശേഷകനും എന്റെ കർത്താവിനെ ഇത്രത്തോളം വർണ്ണിച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, യേശുവിന്റെ കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ കണ്ണുനീര് കൊണ്ടല്ല ജീവരക്തം കൊണ്ട് ഞാൻ ആ പാദങ്ങൾ കഴുകുമായിരുന്നു. ഒരു മിഷണറിയും പറയാത്ത ശ്രേഷ്ഠമായ വാക്കുകളാണ് ആ മഹാനുഭാവന്റെ നാവിൽ നിന്ന് വീണത്. അങ്ങനെ സത്യാന്വേഷികളായ നിഷ്പക്ഷമതികൾ യേശുക്രിസ്തുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. തത്വത്തിന്റെ മുദ്രയെ, തേജസ്സിന്റെ പ്രഭയെ, അളത്വത്തിന്റെ മഹിമയെ അമ്പരപ്പിക്കുന്ന വ്യക്തിപ്രഭാവത്തെ തിരിച്ചറിയുന്ന മഹാത്മാക്കൾ തുറന്ന് സമ്മതിക്കുന്നു. മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഗുരുവര്യനാണ് ക്രിസ്തു, ആരാധിക്കാൻ കൊള്ളാവുന്ന ദൈവമാണ് ക്രിസ്തു, സ്വീകരിക്കാൻ കൊള്ളാവുന്ന കർത്താവാണ് ക്രിസ്തു. സർവാദരണീയനായ ഋഷിവര്യൻ നിത്യചൈതന്യയതി അദ്ദേഹത്തോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, യേശു ക്രിസ്തു അങ്ങേക്കാരാണ്? താൻ പറഞ്ഞു, യേശു എനിക്ക് എല്ലാമാണ്. അദ്ദേഹം വിശദീകരിക്കുകയാണ്, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ നിലത്ത് അക്ഷരം എഴുതിച്ച സാമുവൽ എന്നൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ അക്ഷരം പഠിപ്പിച്ച നാളിൽ എന്റെ യേശു മനസ്സിൽ കടന്നു വന്നു, ഉള്ളിൽ കടന്നു വന്നു. ആ ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം അവിടുന്ന് എനിക്കെല്ലാമാണ്. ശങ്കരാചാര്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറും PSCയുടെ ചെയർമാനുമൊക്കെയായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണന്റെ പുസ്തകം ക്രിസ്തു ദർശനം എത്ര ശ്രേഷ്ഠമാണ്, എത്ര മഹത്തരമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മതേതര ലോകം നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ഇകഴ്ത്താൻ ശ്രമിച്ചാലും നിഷ്പക്ഷമതികളുടെ മനസ്സിൽ, സത്യാന്വേഷികളുടെ മനസ്സിൽ യേശുക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവം ശതകോടി സൂര്യസമാനം ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയിൽ പറയുന്നു, ഞാൻ ലണ്ടനിൽ പഠിക്കുമ്പോൾ ആദ്യമായി വേദപുസ്തകം വായിക്കാനിടയായി. പഴയ നിയമത്തിലേക്ക് വിരസമായി തോന്നി. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുവിന്റെ ഗിരിപ്രഭാഷണം, അതിലെ ആ വാക്കുകൾ, ആ യേശുവിന്റെ വാക്കുകൾ, യേശുവിന്റെ പ്രഭാഷണം എന്നിലെ മനുഷ്യനെ രൂപപ്പെടുത്തി. ക്രിസ്തുവിന്റെ സ്വാധീനമാണ് എന്റെ ചിന്തകളെ മാറ്റിമറിച്ചത്. മതത്തിന്റെ പരിമിതിക്കപ്പുറം സാഹിത്യലോകവും യുക്തിചിന്തയും ദാർശനികതയും വൈജ്ഞാനിക ലോകവും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവെന്ന വ്യക്തിപ്രഭാവത്തെ. കുഞ്ഞെ, ബ്രാങ്കോയെ ചുമക്കുന്നതല്ല ക്രിസ്ത്യാനിറ്റി, കോതമംഗലത്തും പുറവത്തും അരങ്ങേറുന്നതല്ല ക്രിസ്തുവിന്റെ സന്ദേശം. ക്രിസ്ത്യാനിറ്റി ഒരു സംസ്കാരമാണ്, ജീവിതശൈലിയാണ്. മൂല്യം നഷ്ടപ്പെടുത്തിയ മതമേധാവികൾ കാട്ടിക്കൂട്ടുന്ന മലിനതകൾക്കൊന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രഭയെ കെടുക്കാനാവില്ല. ബൈബിൾ എന്ന് പറയുമ്പോൾ, സുവിശേഷമെന്ന് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ഹാലിളകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിച്ചതിന് പിന്നിൽ സുവിശേഷത്തിനുള്ള സ്ഥാനം അദ്വിതീയമാണ്. വേദപുസ്തകം കൊണ്ടു നടക്കുന്നവരിൽ അബദ്ധസഞ്ചാരികൾ ഉണ്ടെങ്കിൽ അത് ബൈബിളിന്റെ കുറ്റമല്ല, യേശുവിന്റെ കുറ്റമല്ല, വ്യക്തിത്വത്തിന്റെ ഹീനതയാണ്. എറണാകുളത്ത് ചേറായി നമുക്കറിയാം, സഹോദരൻ അയ്യപ്പൻ പന്തിഭോജനം നടത്തുന്നതിന് മുൻപ് മിഷണറിമാർ സത്യത്തിലേക്ക് വന്ന, യേശുവിലേക്ക് വന്ന എല്ലാ വിഭാഗം ജനങ്ങളുമായി ഒരുമിച്ചിരുന്ന് മല്ലപ്പള്ളിയിലും തിരുവല്ലയിലും മുളക്കുഴയിലും കുമ്പനാട്ടും പാവങ്ങളുടെ ചെറ്റ കുടിലിനുള്ളിലിരുന്നു കൊണ്ട് കർത്താവിന്റെ അത്താഴം കഴിച്ചവരാണ്. അതാണ് ക്രൂശിന്റെ വചനം സമസ്ത മേഖലകളിലും വരുത്തിയ സ്വാധീനം. അതൊന്നും ചരിത്രത്തിലില്ല. അങ്ങനെ എന്തെല്ലാം ശ്രേഷ്ഠതകൾ ചരിത്രം കുഴിച്ചിട്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അബദ്ധസഞ്ചാരം നടത്തിയിരുന്നു വരുന്ന ചരിത്രപുരുഷന്മാരായി വാഴ്ത്തപ്പെടുന്നുമുണ്ട്. നമ്മുടെ രാജ്യത്ത്
കൺവേർഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ കൺവേർഷൻ എന്നൊരു വാക്കേയില്ല, മതപരിവർത്തനം എന്നൊരു വാക്കില്ല. നമ്മുടെ ഭരണഘടന നൽകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം, റൈറ്റ് ടു സ്പീച്ച്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഈ രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യമനുസരിച്ച് നാം നമ്മുടെ ആശയങ്ങൾ, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് തർക്കിക്കാം, വിമർശിക്കാം, യുക്തിപരമായി സമീപിക്കാം. പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ മതി. ആരും ആരെയും ക്രിസ്തുവിലേക്ക് വരുവാൻ നിർബന്ധിക്കുന്നില്ല. എന്നാൽ ഈ സത്യം വിളിച്ചു പറയുവാനുള്ള നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ അവരവർക്ക് ഇഷ്ടമുള്ള ചിന്താഗതികളാണ് സ്വീകരിക്കുന്നത്. വിവേകാനന്ദ സ്വാമിക്കൊപ്പം എന്നുമുണ്ടായിരുന്ന നിവേദിത എന്ന സഹോദരി അയർലൻഡിലെ ഒരു പുരോഹിതന്റെ മകളാണെന്നുള്ള വസ്തുത അറിയാമോ? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മകൻ ഹരിലാൽ ഇസ്ലാം മതം സ്വീകരിച്ചത് വാസ്തവമല്ലേ? മഹാനായ അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് മറന്നുപോയോ? ഇതൊക്കെ മനുഷ്യന്റെ യുക്തിചിന്തയനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പാണ്. അതിനെ വിമർശിച്ചുകൊള്ളുക, എതിർക്കേണ്ട കാര്യമില്ല. അതേ പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ വചനം എക്കാലത്തും മാനവജാതിയെ പുരോഗതിയിലേക്ക്, നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ചു നടത്തുന്നതാണ്. ഈ വചനം യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വമാണെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. നിങ്ങളെ എല്ലാം ഇവിടം കൊണ്ട് തീരുമെന്നുള്ള ചിന്ത മനുഷ്യനെ നിത്യനാശത്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ ക്രൂശിന്റെ വചനം നമ്മിൽ പ്രത്യാശയെ പ്രദാനം ചെയ്യുന്നു. മരണം കൊണ്ട് തീരുന്നില്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ട്. എല്ലാ മതങ്ങളിലും മരണാനന്തര ക്രിയകൾ ചെയ്യുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഹൈന്ദവ വേദശാസ്ത്രം അന്ധതമസാദിയായി 28 നരകങ്ങളുള്ളതായി പഠിപ്പിക്കുന്നു. കർത്താവിന് മഹത്വം. ഡേറ്റാ ജനറ്റിക്കൽ ഗവേഷണം നടത്തുന്ന നിക് ബെറി എന്നൊരു മനുഷ്യൻ, അത് മനുഷ്യന്റെ ശരീരത്തിലുള്ള മൂലകങ്ങളുടെയും രാസപദാർത്ഥങ്ങളുടെയും മാർക്കറ്റ് വില കണക്കുകൂട്ടി. അദ്ദേഹം കണക്കുകൂട്ടിയപ്പോൾ കിട്ടിയത് $160. എന്താ മനുഷ്യന്റെ വില കണക്കാക്കിയിരിക്കുക? $160. തൂക്കി വിറ്റാൽ വെറും $160 മാത്രം വിലയുള്ള മാംസ കഷണത്തിന്റെ പേരാണ് മനുഷ്യനെന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയും വില കുറഞ്ഞ വസ്തുവിനെയാണ് നാം 2.5 ലക്ഷത്തിന്റെ സാരി കൊണ്ട് പൊതിയുന്നത്. ഓർത്തോണം കേട്ടോ. ചോദ്യം, ഇത്ര നിസ്സാരനായ മനുഷ്യനെങ്ങനെ സർവ്വലോകത്തേക്കാളും വിലയുള്ളവനാവും? മഹാദൈവം തന്റെ ശ്വാസം പകർന്നതുകൊണ്ട് അവൻ വിലയുള്ളവനാണ്. കുഞ്ഞെ, ദൈവകൃപ മാറ്റി നിർത്തിയാൽ വെറും മൺകൂനയാണ് മനുഷ്യൻ. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ കേവലം ജൈവരാസപിണ്ഡമല്ല, അവനിൽ നിത്യമായ ആത്മാവുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രബന്ധങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. അതിൽ ഒരാൾ പറയുന്ന വസ്തുത ശ്രദ്ധിക്കണം. ഒരു കാലത്ത് സഭയ്ക്കുള്ളിൽ നടന്നുവന്ന സാക്ഷ്യവും പാട്ടും ചില ജനതയ്ക്ക് നവോത്ഥാനമായി തീർന്നു. എന്താ അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? സാക്ഷരതാ മിഷൻ നിലവിൽ വരുന്നതിന് എത്രയോ മുൻപ് സ്കൂളിൽ പോകാനോ പഠിക്കാനോ ശുദ്ധഭാഷ സംസാരിക്കാനോ അവകാശമില്ലാതിരുന്ന പാവപ്പെട്ടവർ മഹാകവി KV സൈമൺ സാറിന്റെ കർണാട്ടിക്, ഹിന്ദുസ്ഥാനിയൊക്കെ ചിട്ടപ്പെടുത്തിയ ശ്ലോകങ്ങൾ പാടി സാക്ഷ്യം പറയുന്നു. ഗോത്രഭാഷ മാത്രം പറയാൻ അവകാശമുണ്ടായിരുന്ന കാലം, സാഹിത്യഭാഷ, ശുദ്ധമലയാളം, സംസ്കൃതം ഉച്ചരിക്കാൻ പോലും അവകാശമില്ലാതിരുന്ന കാലത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സാഹിത്യഭാഷയാണ്. സ്നേഹസ്വരൂപനായ ദൈവമേ, ഇത് ആചാരഭാഷയല്ല, ഗോത്രഭാഷയല്ല, സംശുദ്ധമായ സാഹിത്യഭാഷയാണ്. കരുണയുടെ ഉറവിടമായി കർത്താവ് എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സഭയ്ക്കകത്ത് പറഞ്ഞ സാക്ഷ്യവാചകങ്ങളിലും പ്രാർത്ഥനയും അവരുടെ പാട്ടുപോലും നവോത്ഥാനത്തിന്റെ ചുവടുവയ്പ്പായിരുന്നുവെന്ന് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ക്രൂശിന്റെ വചനം ഒരു ജനതയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തി. ലോക ചരിത്രത്തെ മാറ്റിമറിച്ച മനുഷ്യാവകാശത്തിന്റെ പ്രകടന പത്രിക, പൌരാവകാശത്തിന്റെ പടഹധ്വനി യഹൂദന്മാർക്ക് ഇടർച്ചയാണെങ്കിലും യവനന്മാർക്ക് ഫൂളിഷ്നെസ് ആണെങ്കിലും ഈ പ്രഭാതത്തിലും വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ രക്ഷയായി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ക്രൂശിന്റെ വചനം നിന്നെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. പിറവത്ത് എനിക്കറിയാവുന്ന ഒരമ്മച്ചി ഉണ്ടായിരുന്നു. പേരോർക്കുന്നില്ല. അല്ലേലിയ അമ്മച്ചി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. അക്ഷരാഭ്യാസമില്ല കേട്ടോ, പക്ഷേ വെളിപ്പാട് പുസ്തകം മനഃപ്പാടമാണ്. ആ അമ്മച്ചിയുടെ മേൽ പകർന്ന ദൈവകൃപയെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എന്താണ് ക്രൂശിന്റെ വചനം? പറഞ്ഞവസാനിപ്പിക്കാം. എഫെസ്യർ 2:14 ക്രൂശിൽ വെച്ച് ന്യായപ്രമാണത്തിന്റെ ശത്രുത്വമില്ലാതാക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുകളഞ്ഞു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്.
യേശുവിന്റെ ക്രൂശിൽ എന്താണ് സംഭവിച്ചത്? കൊലോസ്യർ 2:14 പാപങ്ങളെ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്തു മായിച്ചു. കുഞ്ഞേ, 10 കൽപ്പനയല്ല 613 കൽപ്പനയുണ്ട് വേദപുസ്തകത്തിൽ. ഇതിൽ ക്രൂശിൽ വെച്ച് ആചാരത്തിന്റെ നിയമങ്ങളെ മുഴുവനും കർത്താവ് നീക്കിക്കളഞ്ഞു. കൊലോസ്യർ സഭയോടാണ് പറയുന്നത് കേട്ടോ. വാവ്, പെരുന്നാള്, ശബത്ത് എന്നിവ അടിച്ചേൽപ്പിച്ച ജൂയിഷ് ലീഗലിസത്തിനെതിരെയുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രഹരമായിരുന്നു പൗലോസിന്റെ വാക്കുകൾ. ക്രൂശിൽ കൈയെഴുത്ത് മാറ്റി, ശത്രുത്വം മാറ്റി, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. മനസ്സാക്ഷിയെ ശുദ്ധീകരിച്ചു. പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ യോഗ്യരാക്കി. ഗലാത്യർ 3:13 പറയുന്നു, ക്രൂശിൽ വെച്ച് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. പത്രോസ് പറയുന്നവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. പ്രിയപ്പെട്ടവരെ, ക്രൂശിന്റെ വചനം നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. കൊലോസ്യ ലേഖനം 2:15 കാൽവറി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. അത് യേശുക്രിസ്തു ക്രൂശിൽ തോറ്റുപോയി എന്നാണ് ഹല്ലേലൂയ ലോകം പറഞ്ഞത്. എന്നാൽ അദൃശ്യമണ്ഡലത്തിൽ ദൈവപുത്രൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി മാറ്റുകയായിരുന്നു. കുഞ്ഞെ, യേശുക്രിസ്തുവിന്റെ ജയത്തിൽ പങ്കാളിയാകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. രക്ഷിതാവും കർത്താവും ദൈവവുമായി അംഗീകരിക്കുക. വേദപുസ്തകമനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുക. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ പരാജയം മാറ്റണമേ, നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ എന്നെയും സഹായിക്കണമേ. എത്ര പേരെന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും? സ്വർഗം നിന്നെ ഓർത്ത് സന്തോഷിക്കുന്ന നിമിഷമാണ്. ദൈവത്തിന് താങ്കളുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നിമിഷമാണ്. ഏൽപ്പിച്ചു കൊടുക്കൂഞ്ഞേ, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ ലോകത്തിന്റെ 5 വൻകരകളിലിരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിച്ച ദൈവകുഞ്ഞുങ്ങളെ അപ്പച്ചന്റെ ധന്യനാമത്തിൽ ഇളവൻ അനുഗ്രഹിക്കുകയാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം വരുത്തണം. കർത്താവേ, നിന്റെ കൃപ ആ കുഞ്ഞുങ്ങളുടെ മേൽ ഒഴുകി പരക്കട്ടെ. അവരുടെ കണ്ണുനീരും മാറുന്ന പുലരിയായി തീരട്ടെ. അവരുടെ മാരക രോഗങ്ങൾക്ക് സൗഖ്യമുണ്ടാകുന്ന ദിവസമായി മാറട്ടെ. അവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ, ബുദ്ധിമുട്ടുകൾ മാറട്ടെ. നിന്റെ കുഞ്ഞുങ്ങൾ നാളുകളായി ഉള്ളുരുകി കരയുന്ന വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാൻ ഇളയവൻ അതിനെല്ലാം അങ്ങ് മറുപടി നൽകണം. അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണം, സന്തോഷം നൽകണം. യേശുവിന്റെ നാമത്തിൽ എതിരികൾ മാറട്ടെ, വൈരികൾ മാറട്ടെ, സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രോഗികളായി ഭാരപ്പെടുന്ന ജീവിതങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിന്റെ സ്പർശനം, അവൻ രക്ഷിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യമായി മാറട്ടെ. അവരുടെ ശാരീരിക മണ്ഡലത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കെട്ടുകളെ പൊട്ടി, ബന്ധനങ്ങളെ അഴിച്ച് യേശുവിന്റെ നാമത്തിലുള്ള സൗഖ്യം അവരനുഭവിച്ചറിയാൻ ഇടയായി തീരട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. അനേക വിഷയങ്ങൾ ദൈവകുഞ്ഞുങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാം സമയഭേദം കൂടാതെ ഇളവൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പനത് കേൾക്കുന്നുണ്ട്. മറുപടിയുമായി നീ അവരുടെ അരികിൽ ചെല്ലും. ഇളവൻ ഉറപ്പുണ്ട്. ഇന്ന് പുലരിയിലും ആ വിഷയങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവത്തിൽ ഇറക്കി വയ്ക്കുകയാണ്. അവരുടെ കണ്ണുനീര് തുടച്ചു മാറ്റണമേ. ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന തലമുറയെ ഓർത്ത് നിലവിളിക്കുന്നവരുണ്ട്. മക്കളില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഉന്നത വിദ്യാഭ്യാസം എന്ന കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് അവരോടെല്ലാം മനസ്സറിയണമേ. അപ്പച്ചാ, കർത്താവിന്റെ കൃപ അവരുടെ മേൽ പെയ്തിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വഴി തുറന്നു കൊടുക്കണമേ. അവൻ മുൻപിലുള്ള പരാജയം കൊണ്ട് പതറി നിൽക്കുന്ന ജീവിതങ്ങളെ അപ്പച്ചന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവമേ, നീ ജയാളിയായ ക്രിസ്തുവാണ്. അവർക്ക് മുൻപിൽ നീ നടക്കണം. അവരുടെ ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്രവാദികളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് അവർക്ക് നന്മയിലേക്കുള്ള, സമൃദ്ധിയിലേക്കുള്ള, അനുഗ്രഹത്തിലേക്കുള്ള പാത ദൈവം വിശാലമായ വഴി, സഫലമായ വാതിൽ വെട്ടി തുറന്നു കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. മനസ്സ് തകർന്ന് ഈ സന്ദേശം കേൾക്കുന്ന ജീവിതങ്ങളുണ്ട്. കർത്താവിന്റെ കരം അവരുടെ ശാരീരിക മണ്ഡലത്തിൽ, അവരുടെ മനോമുഖരത്തിൽ തൊട്ട് സമാധാനവും സ്വസ്ഥതയും സ്വർഗീയ ആശ്വാസവും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിന്റെ വചനം അമേൻ അമേൻ. ദൈവം തന്നെ ആലോചന സഹോദരങ്ങളെ അറിയിക്കാൻ അവസരം നൽകിയ നല്ല കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയിച്ച വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് എളിവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായും കർത്താവ് അനുഗ്രഹിക്കും. ദൈവം മറുപടി തരും. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണല്ലോ. ഇനിയും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു, 9072140929. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9072141834. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ തിരുവചന
വചന കേൾവിക്കായി നമുക്കിനിയും ഒരുമിച്ച് കൂടാം. അതുവരെ മഹാദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അതാതിടങ്ങളിൽ കൺമണി പോലെ കാത്തുപരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.